തിരുവനന്തപുരത്തെ വർക്കലയിൽ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന ഒരു അപകടമുണ്ടായി. 2 കുട്ടികളടക്കം കടലിൽ വീണ 15 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. കൂടുതൽ ആളുകൾ കയറിയതാണ് ബ്രിഡ്ജ് തകരാൻ കാരണമെന്നും പ്രാഥമിക നിഗമനം വരുന്നു. AK സ്റ്റെഫിനിലേക്ക് പോവുകയാണ്. സ്റ്റെഫിൻ, കൂടുതൽ ആളുകൾ കയറിയതാണ് അപകട കാരണമെന്ന് പറയുമ്പോൾ ഈ സഞ്ചാരികളെ കയറ്റാൻ അവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കാണില്ലേ? അപ്പോൾ അവരുടെ അനുമതിയോടുകൂടിയാണോ ഇത്രയും സഞ്ചാരികൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയത്? ഒപ്പം തന്നെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരവും വേണം. സേതുലക്ഷ്മി, അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിയിരുന്നു. പ്രത്യേകിച്ചും ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറി പോകാറ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകളൊക്കെ അത് സംബന്ധിച്ച് അവിടെ ഉണ്ട്. പക്ഷേ ഈ കണ്ടു നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും നമുക്ക് എത്താൻ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. 15 പേരാണ് ഇത്തരത്തിൽ അപകടമുണ്ടായി കൈ വരി തകർന്ന് കടലിലേക്ക് വീഴുകയായിരുന്നു. അതിൽ 2 കുട്ടികളുണ്ട്. അവരെല്ലാം തന്നെ വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില 13 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ കൈവരി ഒരു ഭാഗം മുഴുവനായി തകർന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഈ കടലിലേക്ക് വീണത്. ഒപ്പം കടലും വലിയ തോതിൽ പ്രക്ഷുബ്ധമായിരുന്നു. അതും ഈ അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3 മാസമേ ആയിട്ടുള്ളൂ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഡിസംബറിലായിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം വലിയ തോതിലുള്ള ആൾ തിരക്ക് എപ്പോഴും വർക്കലയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനും അതിൽ കയറാനും ഒക്കെ വേണ്ടി എപ്പോഴും ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ അപകടത്തെ തുടർന്ന് ഇത് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ശരി സ്റ്റെഫൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ തിരമാല, കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർ കയറിയതാണ് അപകട കാരണമെന്നും അറിയുന്നു. ഇപ്പോൾ ഈ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ ഈ സഞ്ചാരികളൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അല്ലേ സ്റ്റെഫൻ? ഇപ്പോൾ രക്ഷിക്കാനും ഒക്കെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാവും ഒരുപക്ഷെ ഇത്രയും വലിയൊരു അപകടം ഒഴിവായത്. ഒപ്പം തന്നെ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് പറയുന്നല്ലോ. അവരിപ്പോൾ ഏത് ഹോസ്പിറ്റലാണ്? സേതുലക്ഷ്മി, കണ്ടു നിന്ന ആളുകൾ അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുമാരെയൊക്കെയാണ് ഇത്തരത്തിൽ ഈ ആളുകളെ രക്ഷിച്ചത്. 15 പേർ ഈ കടലിലേക്ക് വീണു. കൂടുതൽ ആളുകൾ അന്നേരം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചത് കൊണ്ടാണ് വലിയൊരു അപകടത്തിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അപകടത്തിലേക്കൊന്നും തന്നെ പോകാതിരുന്നത്. ഈ ആളുകളെ നീന്തലറിയാവുന്നവരും അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുമാരും അതോടൊപ്പം സ്കൂബ ഡൈവ് ചെയ്യുന്നവരുമൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. അവിടെ വാട്ടർ സ്പോർട്സ് പരിപാടികളൊക്കെ വർക്കലയിൽ ഇപ്പോൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ കടലിൽ വീണ ആളുകളെയൊക്കെ കരയ്ക്ക് എത്തിച്ചത്. അതിനുശേഷം 2 ആശുപത്രികളിലേക്കാണ് ഈ പ്രധാനമായും ആളുകളെ ഉള്ളത്. താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ SN ട്രസ്റ്റ് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പരിക്കേറ്റ 13 പേരുടെ നില തൃപ്തികരമാണ്. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ വീണതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോഴൊന്നും തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനും നിലവിൽ കഴിയില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച മറ്റ് 13 പേരുടെ നില തൃപ്തികരമാണ്. ശരി സ്റ്റെഫൻ, എന്താണെങ്കിലും 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തലസ്ഥാനത്ത് വന്നിട്ട്. തലസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇത്തരത്തിൽ 3 മാസങ്ങൾക്കിടയിൽ തന്നെ ഈ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 15 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 13 പേർ ആശുപത്രിയിൽ. അവരുടെ ആരോഗ്യനില തൃപ്തികരം. പക്ഷേ 2 പേരുടെ ആരോഗ്യനിലയിൽ കുറച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നു. സാരമായി അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്താണെങ്കിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. AK സ്റ്റെഫനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.